ഇന്ന് ദില്ലിയിൽ ചേരുന്ന പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന നീതി ആയോഗ് യോഗം വളരെ വ്യത്യസ്തമാകുന്നതും ശ്രദ്ധാകേന്ദ്രമാകുന്നതും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെല്ലാം ഈ യോഗം ബഹിഷ്കരിച്ചിരുന്നു. സ്റ്റാലിൻ അടക്കം, പിണറായി അടക്കം ഈ യോഗം ബഹിഷ്കരിച്ചിരുന്നു. പക്ഷേ ഈ യോഗത്തിലേക്ക് പൊടുന്നനെ ഇന്നലെ വൈകുന്നേരം മമതാ ബാനർജി ദില്ലിയിൽ എത്തിയതോടെയാണ് പ്രതിപക്ഷത്തിനിടയിൽ വിള്ളലുണ്ട്, അവർക്കൊരു ഐക്യമില്ല എന്ന് ബോധ്യമായി. ഏതായാലും മമതാ ബാനർജി ദില്ലിയിൽ പറഞ്ഞത് താൻ മാത്രമല്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ്. പക്ഷേ ഹേമന്ത് സോറന്റെ ഓഫീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. അവർ മൗനത്തിലാണ്, ഒരു പ്രസ്താവനയ്ക്കും അവർ തയ്യാറല്ല. നമുക്കറിയാം, ജാർഖണ്ഡിൽ കോൺഗ്രസും ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും തമ്മിലുള്ള അലയൻസ് ആണ് അവിടെ ഭരിക്കുന്നത്. കോൺഗ്രസ് നീതി ആയോഗിന് ഹേമന്ത് സോറൻ പങ്കെടുക്കേണ്ട എന്ന ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു. അത് തള്ളിക്കൊണ്ട് ഹേമന്ത് സോറൻ ദില്ലിയിൽ എത്തിയതായിട്ടാണ് ചില വൃത്തങ്ങൾ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഹേമന്ത് സോറനും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു ഇത് രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പുതിയ ചില വേറിട്ട നീക്കങ്ങളാണ് ദില്ലിയിൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ പങ്കെടുത്തവർ, ഒരുപക്ഷെ മമതാ ബാനർജി ആയാലും ഹേമന്ത് സോറനായാലും ഈ യോഗത്തിന് ശേഷം വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താകുമെന്ന് അറിയാൻ ഒരുപക്ഷെ ഏവർക്കും താല്പര്യം ഉണ്ടാകും. അതായത് നീതി ആയോഗിൻ്റെ യോഗമാണ്, എല്ലാ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കേണ്ട ഒരു യോഗമാണ് ഒഫീഷ്യലായി നാം പറയുമ്പോൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.